പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്രേവൈറ്റ് തുടങ്ങി വെച്ച വയറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷൻ WWE അപ്പിയർ ചെയ്യുമ്പോൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ എറിക് റോവൻ, ഷെയ്മസ് തുടങ്ങിയവരുടെ റിട്ടേണോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ്. UFC കോണർ മെഗ്രാഗറിൻ്റെ മത്സരം UFC ഫൈറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു അപ്ഡേറ്റുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് കോണർ മെഗ്രാഗർ എന്ന UFC ഫൈറ്ററിനെ സംബന്ധിച്ചാണ്. വർഷങ്ങൾക്ക് ശേഷം കോണർ മെഗ്രാഗറിൻ്റെ ഒരു UFC ഫൈറ്റ് UFC പ്രസിഡൻ്റായ ഡാന വൈറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടന്ന UFC 300 എന്ന പേപ്പർ വ്യൂവിന് ശേഷം നടന്ന പ്രസ് കോൺഫറൻസിലാണ് ഡാന വൈറ്റ് ഈ ഒരു മത്സരം കൺഫേം ചെയ്യുന്നത്. കോണർ മെഗ്രാഗർ വേഴ്സസ് മൈക്കൽ ചാൻഡലർ തമ്മിലുള്ള ഒരു UFC മത്സരമാണ്. UFCയുടെ 302 എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൻ്റെ മെയിൻ ഇവൻറ്റിലേക്ക് ഒരു 5 റൗണ്ട് മാച്ചായി കൺഫേം ചെയ്തിട്ടുള്ളത്. വെൽട്ടർ വെയ്റ്റ് ഡിവിഷനിലാണ് ഈ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ കോണർ മെഗ്രാഗറിൻ്റെ ഈ ഒരു ഫൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതിനോടകം തന്നെ വലിയൊരു ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൂടാതെ മൈക്കൽ ചാൻഡലർ റോ എപ്പിസോഡിൽ വന്ന് കോണർ മെഗ്രാഗറിനെ ചലഞ്ച് ചെയ്തതും ഈ ഒരു ഫൈറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ WWE ചെറിയ രീതിയിൽ ഒരു സ്റ്റോറി ലൈൻ കണക്ഷനും ഈ ഒരു ഫൈറ്റിന് പിറകിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. കോണർ മെഗ്രാഗറിൻ്റെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഷെയ്മസ് എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ഷെയ്മസ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് WWE ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഷെയ്മസിൻ്റെ ആ ഒരു ക്യാരക്ടറിനോട് അനുബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൗളിംഗ് ബ്രൂട്ട്സിലുണ്ടായിരുന്ന ഷെയ്മസിൻ്റെ ക്യാരക്ടറിന് സമാനമായിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ തന്നെയാണ് റിട്ടേണിനോട് അനുബന്ധിച്ച് WWE കൊടുത്തിട്ടുള്ളത്. ഇനി ഷെയ്മസ് തിരികെ വന്നാൽ മാത്രമേ ഷെയ്മസിൻ്റെ എന്ത് തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷെയ്മസിൻ്റെ തീം സോങ് പഴയതാണോ അതോ പുതിയതാണോ എന്നുള്ളതൊക്കെ നാളെ നമുക്ക് അറിയാൻ സാധിക്കും. ബ്രൗളിംഗ് ബ്രൂട്ട്സ് എന്ന് പറയുന്ന ഫാക്ഷൻ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഷെയ്മസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുകളായിരിക്കും ലഭിക്കുക. മറ്റേ ഒരു അപ്ഡേറ്റ് എറിക് റോവൻ എന്ന മുൻ വൈറ്റ് ഫാമിലി അംഗത്തെ സംബന്ധിച്ചാണ്. എറിക് റോവൻ്റെ WWE തിരിച്ചുവരവിൻ്റെ സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില പോസ്റ്റിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത്. അവർ മുൻകൂട്ടി എറിക് റോവനെ അവരുടെ ഷോയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എറിക് റോവനുമായിട്ടുള്ളൊരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ എറിക് റോവൻ ഇപ്പോൾ ആ കമ്പനികളെ അറിയിച്ചിരിക്കുന്നത് തനിക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല. താൻ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് വേറൊരു കമ്പനിയുമായി. ആ കോൺട്രാക്റ്റിലെ ചില പ്രശ്നങ്ങൾ മൂലം തനിക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല, തന്നെ ഒഴിവാക്കി തരണമെന്നാണ് എറിക് റോവൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ആ സൂപ്പർ സ്റ്റാറിന് മറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ പോയി വർക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുക. അപ്പോൾ എറിക് റോവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറിക് റോവൻ WWE ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള അർത്ഥം. അതുകൊണ്ടാണ് എറിക് റോവൻ്റെ WWE തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം. കൂടാതെ WWE സൂപ്പർ സ്റ്റാർസ് അവർ മെഡിക്കൽ ക്ലിയറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ എറിക് റോവനെ കണ്ടതായിട്ടുമുള്ള ഒരു അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എറിക് റോവൻ എന്ന മുൻ വൈറ്റ് ഫാമിലി അംഗത്തിൻ്റെ WWE തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് എറിക് റോവൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു വാർത്തയാണ്. വയറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷനെ WWE കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. അതായത് ബോ ഡാലസ് അഥവാ അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടറിനെ WWE തിരികെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നും ചില ഗ്ലിച്ചുകൾ ഇപ്പോൾ റോ എപ്പിസോഡിൻ്റെ ഇടയിലും സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ഇടയിലും WWE കാണിക്കുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഞങ്ങളെ മറന്നുപോയോ, യു ഫോർഗോട്ട് അസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഗ്ലിച്ചുകളൊക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ വൈറ്റ് 6 എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു കളം തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബ്രേവൈറ്റിൻ്റെ ആ ഒരു ഡോക്യുമെൻ്ററിയുടെ അവസാനം അങ്കിൾ ഹൗഡി അപ്പിയർ ചെയ്യുന്നുണ്ട്. കൂടാതെ നിലവിൽ എറിക് റോവന് തിരിച്ചുവരവിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട്. കൂടാതെ ബ്രോൺ സ്ട്രോമനും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെഡിക്കൽ ക്ലിയറൻസൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും അലക്സ ബ്ലിസ് ആണെങ്കിൽ തിരിച്ചുവരവിന് ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രേവൈറ്റിൻ്റെ സ്റ്റോറി ലൈനിൽ അംഗങ്ങളായിട്ടുള്ളവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ബ്രേവൈറ്റിൻ്റെ ഡ്രീം പ്രൊജക്റ്റായ വയറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷൻ രൂപീകരിക്കുകയും അതിൻ്റെ ലീഡറായി അങ്കിൾ ഹൗഡി വരികയും വയറ്റിനു വേണ്ടി അവർ ആ ഒരു വയറ്റ് 6 എന്ന സ്റ്റോറി
റിലൈൻ ചെയ്യുകയും ചെയ്യാൻ പോകുകയാണ് എന്നുള്ളൊരു റൂമറാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ വയറ്റ് 6ൻ്റെ ഒരു സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ഒരു അങ്കിൾ ഹൗഡി ക്യാരക്ടറിനെ സംബന്ധിച്ചും ഇപ്പോൾ സ്മാക്ഡൗണിലും റോയിലും കാണിച്ചിരിക്കുന്ന ആ ഒരു ഗ്ലിച്ചുകളെ സംബന്ധിച്ചുമുള്ളത് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. കൂടാതെ WWE ഭാഗത്തു നിന്ന് ചില ട്വീറ്റുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് അവർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡീകോഡ് ചെയ്യാനും സാധിക്കുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.